السلام عليكم ورحمة الله وبركاته. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും റഹ്മത്തും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അതിൽ 77 സൂക്തങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന സൂക്തത്തിൽ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകനോട് ആജ്ഞാപിക്കുകയാണ്, പ്രവാചകരെ, അങ്ങ് സമൂഹത്തോട് പറയണം, ചോദിക്കണം. എന്താണ് ചോദ്യം? ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക? നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ എങ്ങനെയാണ് പരിഗണിക്കുക എന്നാണ് അർത്ഥവത്തായിട്ടുള്ള ആ ചോദ്യം. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ വമ്പിച്ച സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിന് മാതൃകയായി വന്നിട്ടുള്ള പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അംബിയ അതിൻ്റെ 90-ാം സൂക്തത്തിൽ പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ അംബിയ മുർസലീങ്ങൾ നന്മകളുടെ മാർഗത്തിൽ, നന്മയിൽ വളരെ ധൃതിപ്പെടുന്ന ആളുകളായിരുന്നു. വയദഊനനാ, അവർ നമ്മോട് ദുആ ചെയ്യുന്നവരായിരുന്നു, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഗബം വറഹബാ, അള്ളാഹുവിൻ്റെ കാരുണ്യം ആശിച്ചുകൊണ്ട്, റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അദാബ് ഭയപ്പെട്ടുകൊണ്ട്. വയദഊനനാ റഗബം വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ആ അംബിയാ മുർസലീങ്ങൾ നമ്മോട്, അഥവാ പടച്ച റബ്ബിനോട് വളരെ ഭക്തിയുള്ള, താഴ്മയുള്ള ആളുകളുമായിരുന്നു എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബ കിറാം അതുപോലെ തന്നെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ
കാനൂ യജ്തഹിദൂന ഫി ദുആ, ദുആ ചെയ്യുക മാത്രമല്ല, മുൻഗാമികൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് മാത്രമല്ല, കാനൂ യജ്തഹിദൂന ഫി ദുആ, പ്രാർത്ഥനയിൽ അത്യധ്വാനം ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് പറയാൻ, അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒച്ചയും ബഹളവും ശബ്ദകോലാഹലങ്ങളുമല്ല. വലാ തസ്മഉ ഇല്ലാ ഹംസ, നേരിയ ശബ്ദമല്ലാതെ കേൾക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വരം താഴ്ത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് അവരല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർ ഏറെ അധ്വാനിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയെത്ര പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സൂറത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ എന്നാണ് അതിനർത്ഥം. ഒട്ടേറെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള പ്രബോധന ചരിത്രങ്ങൾ, ജീവിത ചരിത്രങ്ങൾ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർ നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥന, മഹാനായിട്ടുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം എന്താ പ്രാർത്ഥിക്കുന്നത്? അർഹമുർ റാഹിമീനായ നാഥ, എനിക്കിതാ ദോഷം ബാധിച്ചിരിക്കുന്നു, ദുരിതം ബാധിച്ചിരിക്കുന്നു, അത് നീക്കിത്തരണം, വിഷമം മാറ്റിത്തരണം എന്നുള്ളതാണ്. അങ്ങനെ അനവധി പ്രവാചകന്മാർ, മഹാനായിട്ടുള്ള സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രായം ചെന്നിട്ടും കുഞ്ഞുങ്ങളില്ല, സന്താന സൗഭാഗ്യമില്ല. അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. സക്കരിയ ഇദ് നാദാ റബ്ബഹു, മഹാനായിട്ടുള്ള സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം, റബ്ബി ലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ, എൻ്റെ രക്ഷിതാവേ, എന്നെ ഏകനായിട്ട് നീ വിട്ടേക്കല്ലേ, നീ അനന്തരാവകാശികളെ നൽകുന്നവരിൽ ഉത്തമനാണല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എണ്ണമറ്റ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്നോ രണ്ടോ ഉദാഹരണത്തിന് വേണ്ടി പറയുക എന്ന് മാത്രം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താ? വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പുനരുദ്ധാന നാളിൽ ഈ അണ്ഡകടാഹത്തിലുള്ള സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ എന്ന് പറയുന്ന ആ ലോകത്ത്, വലാ തുഖ്സിനി, നാഥാ എന്നെ നീ അപമാനപ്പെടുത്തല്ലേ. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഒറ്റക്കീര് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആരാണ് ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? എത്ര ത്യാഗങ്ങളാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെ, കൂട്ടുകാരൻ, ചങ്ങാതി, ആത്മമിത്രം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ പ്രവാചക പുങ്കവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, മഹ്ശറയിൽ നീ എന്നെ അപമാനപ്പെടുത്തല്ലേ. ഞാനും നിങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരം ചെയ്യാത്ത ദിവസം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ പോവുകയാണ്. ഒട്ടേറെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ
ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ തന്നെ എത്ര സമയം പ്രാർത്ഥിക്കുന്നു? സമയം മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ മര്യാദകൾ പാലിക്കാറുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ആദാബുകളുണ്ട്. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ. അതുപോലെ സുന്നത്തുകളുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം നീക്കി വെക്കണം. അതൊരു നഷ്ടമായിട്ട് കാണാൻ വേണ്ടി പാടുള്ളതല്ല. പ്രാർത്ഥിക്കാൻ ക്ഷമാപൂർവം അവിടെ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതല്ല. കാരണം ആ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഞാൻ ആയത്ത് വിശദീകരിക്കുന്നില്ല. റബ്ബ് പറയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിനെ സംബന്ധിച്ച് അഹങ്കരിക്കുന്നവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. അഥവാ അത് പ്രാർത്ഥന, അതിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഗൗരവമായി സൂക്ഷിക്കണം എന്ന് ആ ആയത്തിനെ കണ്ണും കാതും മനസ്സും കൊണ്ട് ആ ആയത്തിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള അല്ലാമത്തു അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹിമഹുല്ല പറയുകയുണ്ടായി, മൻ ദഅ റബ്ബഹു ബിഖൽബിൻ ഹാളിരിൻ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആരെങ്കിലും തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, വദുആഇൻ മശ്റൂഇൻ, ശറഅക്കപ്പെട്ട പ്രാർത്ഥന അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, വലം യംനഅ മാനിഹും മിൻ ഇജാബത്തി ദുആ, ദുആ തടയപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നുമില്ലാതെ പ്രാർത്ഥിച്ചാൽ, ഫഇന്നല്ലാഹ ഖദ് വഅദഹു ബിൽ ഇജാബ, നിശ്ചയം അല്ലാഹു അതിനുത്തരം നൽകും എന്ന് തീർച്ചയാണ്. അപ്പോൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥന തടസ്സപ്പെടുന്ന കാര്യങ്ങളില്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസിൽ കാണാം, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ, പ്രാർത്ഥനയേക്കാൾ ആദരണീയമായ ഒന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ മറ്റൊന്നില്ലെന്ന്. അപ്പം നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഇനി പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, സത്യത്തിൽ അതൊരു അഹങ്കാരത്തിൻ്റെ അടയാളമാണ് എന്നാണ്. അഹങ്കാരം നമുക്ക് പറ്റുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു ആകട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹു അതിന് ഏറെ താല്പര്യമുള്ളവനാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലൻ, ഏറ്റവും അശക്തൻ, ദൗർബല്യമുള്ളവൻ ആരാണ്? പ്രാർത്ഥനയുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നയാളാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ മര്യാദകൾ അതാദ്യം നമ്മൾ അറിയണം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താ? അൽ ഇഖ്ലാസു ലില്ലാഹ്, അള്ളാഹുവിനോട് ആത്മാർത്ഥതയുള്ള. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഷിർക്കിൽ നിന്ന് മുക്തമായിട്ടുള്ളത് എന്നാണ്. ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസം തന്നെ എന്താണ്? രണ്ടെണ്ണമാണ്. ഒന്ന്, അല്ലാഹുവല്ലാത്തവരോട് ഉള്ള പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തതോ ചെറിയ ഷിർക്ക് എന്ന് പറയുന്ന ആളുകൾ കാണാനും കേൾക്കാനും പ്രസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ഇബാദത്തുകളും നന്മകളും ചെയ്യുന്ന റിയാ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടിൽ നിന്ന് മുക്തമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ എല്ലാ ഇബാദത്തുകളും.
അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദുആ പ്രത്യേകിച്ചും. മറ്റൊന്ന് പ്രിയമുള്ളവരെ, ഇത് ഓരോന്നായിട്ട് നമ്മൾ എണ്ണി ആ രൂപത്തിൽ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മര്യാദ ഹംദും സ്വലാത്തും കൊണ്ട് നമ്മളത് ആരംഭിക്കണം എന്നുള്ളതാണ്. ഹംദും സ്വലാത്തും മാത്രമല്ല, ഹംദും അതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യണമെന്നാണ്. ബിഹംദില്ലാഹി വസ്സനാ അലൈഹി എന്നാണ്. ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി സുമ്മ ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഇവിടെ ഒഴിവുണ്ട്. അപ്പോൾ ഹംദ് അള്ളാഹുവിനെ സ്തുതിക്കുക, അതോടൊപ്പം അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുക. ഇപ്പോൾ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹുവിനെ സ്തുതിക്കലായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹുവിനെ സ്തുതിക്കലും അള്ളാഹുവിനെ പുകഴ്ത്തലുമായി. എന്നിട്ട് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നബിയുടെ മേൽ സ്വലാത്ത് എങ്ങനെ ചൊല്ലുക. അത് അല്ലാഹുമ്മ സ്വല്ലി അലാ നബീന മുഹമ്മദ് എന്നോ, അല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തോ അതൊക്കെ ആവാം, അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ആവാം. അങ്ങനെ ഹംദും സ്വലാത്തും ചൊല്ലുക. ഇതൊക്കെ ഹദീസിൽ വന്നതാ. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, എങ്കിൽ ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫലിയബ്ദ ബിതംജീദി റബ്ബിഹി ജല്ല വഅസ്, ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അത്. വസ്സനായ അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കണം. സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. സുമ്മ യദ്ഉ ബഅദ, അതിനുശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന് ഉത്തരം കിട്ടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുള്ള യഖീനോടുകൂടെ. യഖീൻ എന്നുള്ള വാക്ക് കേട്ടില്ലേ? യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢബോധ്യത്തോടുകൂടെ, ഉറച്ച മനസ്സോടുകൂടെ റബ്ബനിക്ക് ഉത്തരം ചെയ്യും, അവൻ മുജീബുദ്ദഅവാത്ത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനാണ് എന്നുള്ള ആ ഒരു ഉറച്ച യഖീനോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തിർമിദിയുടെ 3479 വചനത്തിൽ കാണാം, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ജവാബ് കിട്ടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് യഖീനോടുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മറ്റൊന്ന് അനിയതവസ്സല ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തവസ്സുൽ നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തവസ്സുൽ നടത്തുക? തവസ്സുൽ എന്ന് പറഞ്ഞാൽ സാമീപ്യം നേടുക എന്നുള്ളതാണ്. ഈ സാമീപ്യം നേടുക എന്ന് പറഞ്ഞാൽ ഈ തവസ്സുൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ മര്യാദകളാണ് പറയുന്നത്. തവസ്സുൽ എന്താണ്? ഈ തവസ്സുൽ എന്ന് പറയുന്നത് 3 തവസ്സുൽ എന്ന് പറയുമ്പോൾ വിരോധിക്കപ്പെട്ട തവസ്സുലുണ്ട്. നമുക്കിവിടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയാം. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഒന്ന് അള്ളാഹുവിൻ്റെ അസ്മാകൾ, സിഫാത്തുകൾ ഒക്കെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അത് കൂടുതൽ സഹായകമാകും. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണവിശേഷണങ്ങളൊക്കെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൂറ ആലി ഇമ്രാൻ്റെ ആദ്യത്തിൽ കാണാം, റബ്ബനാ ലാ തുസ്ഇ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. കണ്ടോ, വഹാബ് എന്ന ആരുടെ നാമ? അള്ളാഹുവിൻ്റെ നാമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അപ്പൊ വഹാബ്, നീ വഹാബാണല്ലോ, നന്മകൾ പ്രദാനം ചെയ്യുന്നവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ പ്രാർത്ഥനകളിൽ ഖുർആനിലും ഹദീസിലും കാണാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ മരണപ്പെട്ടു പോയ മുൻഗാമികളായ ആളുകൾക്ക്, അതുപോലെ ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കണ്ടേ? അതെന്താ? റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ
സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞാനിപ്പോൾ ഈ പ്രാർത്ഥന എന്തിനാണ് ഇവിടെ കേൾപ്പിച്ചത്? ഇതിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കൂ. ഇതിൽ അല്ലാഹുവിൻ്റെ അസ്മാകൾ ഉണ്ട്. ഇന്നക റഊഫുർ റഹീം, റഊഫും റഹീമുമായിട്ടുള്ള. റഊഫ് എന്ന് പറഞ്ഞാൽ കൃപ ചെയ്യുന്നവൻ, റഹീം എന്ന് പറഞ്ഞാൽ കരുണാവാരിധി. അപ്പോൾ അങ്ങനെയുള്ള അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പ്രാർത്ഥന അപ്പോൾ ഇങ്ങനെയായിരിക്കണം. എന്നാൽ ഈ ചില പുസ്തകങ്ങളുണ്ട്, ഇപ്പം നിങ്ങൾ കണ്ടു കാണും 4444 വക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൻസുൽ അർഷ് എന്ന് കേൾക്കാം. അപ്പം ഇതിലൊക്കെ യാ ബദൂദ് യാ ബദൂദ് യാ ബദൂദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതി വിശുദ്ധ ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. ഓരോ പ്രാർത്ഥന എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിന് അനുസൃതമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് തവസ്സുലിൻ്റെ 1. തവസ്സുലിൻ്റെ 2 എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള കാര്യം, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് തവസ്സുലിൻ്റെ 2ാമത്തെ സംഭവം. അതിനെന്താണ് തെളിവ്? നിങ്ങൾ കേട്ടിട്ടില്ലേ, 3 ആളുകൾ ഒരു യാത്രയിലായിരുന്നു. അവർ ആ യാത്രാമധ്യേ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ആ സമയത്ത് അതിൽ രാത്രി താമസിച്ചപ്പോൾ ഒരു പാറ കല്ല് വന്ന് അതിൻ്റെ മുഖം അടഞ്ഞുപോയി. ആ സംഭവം സുദീർഘമാണ്. അപ്പം അതിനകത്ത് കാണാം ഓരോ ആളുകളും ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള വളരെ വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പം ആ ഹദീസിൽ നിന്നുള്ള തെളിവെന്താ? ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള കാര്യം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് തവസ്സുലിൻ്റെ 2ാമത്തെ ഒരിനം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പണമുണ്ട്, അദ്ദേഹത്തിന് ഒരു വീടുണ്ടാക്കണം, അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം, അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവാസിയായ സുഹൃത്ത് അങ്ങനെ ഒരുമിച്ച് കൂട്ടിവെക്കെ ഇങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയാൻ, എനിക്ക് ഹജ്ജ് ചെയ്യണം. അപ്പം ആ മകന് ഒരുപാട് കാലത്തെ സ്വപ്നം, കിനാവ് അത് കാണുകയാണ്. ഒരു വീടൊക്കെ ഉണ്ടാക്കിയ വീടിൻ്റെ ആ ഒരു കടമ നിർവഹിക്കുക എന്നുള്ളത്. പക്ഷേ ആ പണം എടുത്ത് തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ആഗ്രഹം പൂവണിയാൻ വേണ്ടിയിട്ട് നൽകാൻ, ലക്ഷങ്ങൾ നൽകാൻ. എങ്ങനെയാണ് നൽകുന്നത്? ആരെങ്കിലും പറയണം അദ്ദേഹം സ്വന്തം ചെലവിൽ ഉമ്മാനെ കൊണ്ടുപോയി ഹജ്ജിന് എന്നുള്ളതിനല്ല, മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് അദ്ദേഹം നൽകാൻ. അപ്പം എന്താണ്? ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം എടുത്തിട്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, റബ്ബേ നിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട്, നിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ എന്ന് എടുത്ത് പ്രാർത്ഥിക്കുക. ഇതാണ് തവസ്സുലിൻ്റെ 2ാമത്തെ ഇനം. തവസ്സുലിൻ്റെ 3ാമത്തെ ഇനം എന്ന് പറയുന്നത്, ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രാർത്ഥനയുടെ മര്യാദകളാണ് വിശദീകരിക്കുന്നത്. 3ാമത്തേതെന്ന് പറയുന്നത്, ഒരു പ്രദേശത്ത്, ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഭക്തിയുള്ള, ഈമാനുള്ള, തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട് എന്ന് കരുതുക. അപ്പം അദ്ദേഹത്തോട് നമുക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. ഇതാണ് ഈ 3 രൂപമാണ്. അപ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, പ്രിയമുള്ളവരെ, ചില ആളുകളുണ്ട് ഇങ്ങനെ ധൃതി കൂട്ടാതിരിക്കുക. ചില ആളുകൾ ഇങ്ങനെ ധൃതി കൂട്ടും, ഞാൻ പ്രാർത്ഥിച്ച് കുറേ ദുആ ചെയ്തു, ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അത് ശരിയല്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ 6340 നമ്പർ വചനത്തിൽ കാണാം. അങ്ങനെ ധൃതി കാണിക്കുക എന്നുള്ളത്, ദഅൗതു, ഞാൻ ദുആ ചെയ്തു, ഫലം യസ്തജിബ് ലീ, എനിക്കതിന് ജവാബ് കിട്ടിയില്ല
എന്നിങ്ങനെ പരാതി പറയുന്ന ഒരാളാകരുത്. ദുആ ചെയ്യുക, അതാണ് വേണ്ടത്. ധൃതി കൂട്ടാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്താലോ അവനെന്ത് ചെയ്യുന്നറിയോ? ഫയസ്തഹസിറു, അവനിങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടാവും. ഞാൻ അങ്ങനെ ദുആ ചെയ്തു എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അവസാനം അവൻ ആ ദുആ തന്നെ ഒഴിവാക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം. ചില ആളുകൾക്ക് എന്താ പറയുക, എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അള്ളാഹ് എന്നെ കൈയൊഴിഞ്ഞു, എന്താ അള്ളാഹ്ക്ക് എന്നോട് ഇത്ര ദേഷ്യം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ ചില ആളുകൾക്ക് തോന്നും, പക്ഷെ തോന്നാൻ പാടില്ല. നല്ല വിചാരമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഹുസ്നുൽ ളന്നി ബില്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപമാനുമായ റബ്ബിനെ സംബന്ധിച്ച് നല്ല വിചാരം. നമുക്ക് പരീക്ഷണങ്ങൾ നമുക്ക് മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എത്രയോ ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അംബിയ മുർസലീങ്ങൾക്ക് കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ റബ്ബിനെ കുറിച്ച് മോശമായി വിചാരിക്കുമോ എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയോ അദ്ദേഹത്തിൻ്റെ വേദനയുടെ ആധിക്യം കൊണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, പാവമാണ്, സാധുവാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണത്, എന്താ റബ്ബിന് എന്നോട് ദേഷ്യമെന്ന് പറയുകയാണ്. ഉടനെ നമ്മളെ തിരുത്തി കൊടുത്തു, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ അള്ളാഹിനെ കുറിച്ച്, അർഹമുർറാഹിമീനായ റബ്ബിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നല്ല ചിന്തയായിരിക്കണം. പരീക്ഷണങ്ങൾ അതുണ്ടാകും. എന്തെല്ലാം പരീക്ഷണങ്ങൾ! ഈ പ്രവാചകന്മാരുടെ ചരിത്രം അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അവരുടെ ചരിത്രങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും അവരനുഭവിച്ച പരീക്ഷണങ്ങളുടെ തീക്ഷ്ണമായിട്ടുള്ള കഥകളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ 100% ഉണ്ടായിട്ടുണ്ടാകുകയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മറ്റൊന്ന് അൽ ഇൽഹാഹു ഫി ദുആ എന്ന് പറഞ്ഞാൽ നിരാശനാവാതെ നിരന്തരം പ്രാർത്ഥിക്കുക. പിന്നെ ഹൃദയ സാന്നിധ്യം, നടയെ നമ്മൾ ചെറുതായി സൂചിപ്പിച്ചു. ഹുളൂറുൽ ഖൽബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ലാഹിൻ, അശ്രദ്ധമായ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അത് റബ്ബ് സ്വീകരിക്കൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സിൻ്റെ സാന്നിധ്യമില്ലാതെ കൈകൾ ഉയർത്തി നാവുകൾ അല്ലെങ്കിൽ ചുണ്ടുകൾ അനക്കിയത് കൊണ്ട് അത് പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നാവും ചുണ്ടും അനക്കിയത് കൊണ്ടോ ചലിപ്പിച്ചത് കൊണ്ടോ ആവുകയില്ല. മിൻ സ്വമീമിൽ ഖൽബി, മനുഷ്യന്റെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന്, മനുഷ്യ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ജല്ല ജലാലായ റബ്ബിനോടുള്ള ഒരു തേട്ടമാണ്. ആ രൂപത്തിലുള്ള പ്രാർത്ഥന, അതാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ഹഫ്ലു സൗത്ത്, ശബ്ദം താഴ്ത്തുക. കുറേ ഒച്ചട്ട് അതല്ല, ശബ്ദം താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് അള്ളയാണ് പറയുന്നത്. നമുക്ക് തോന്നുന്നു എന്താ ഒച്ചയിടാൻ ശബ്ദം ഇടാൻ പാടില്ലേ? ശബ്ദടണ്ട എന്ന് അള്ളേ പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അഅറാഫ് 55 പറയാൻ, ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവിൻ, തളർറുഅൻ, വിനയത്തോടെ താഴ്മയോടെ ഭക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, വഖുഫിയതൻ, ഖുഫിയത്ത് എന്ന് പറഞ്ഞാൽ ഗോപ്യമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട്, ശബ്ദം താഴ്ത്തിക്കൊണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് തളറും ഖുശൂഉം, ഭക്തിയും വിനയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറെ അതിൻ്റെ മര്യാദയാണ്. അല്ലാതെയും പ്രാർത്ഥിക്കാം, പക്ഷേ കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാകുന്നു. എന്താ അങ്ങനെ പറയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചപ്പോൾ ലോക മുസ്ലിമീങ്ങളുടെ കിബിലയായിട്ടുള്ള കഅബാലയം
അതിന് നേരെ തിരിഞ്ഞതായിട്ട് കാണാനായിട്ട് കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ബദറിൻ്റെ രണാങ്കണം. ബദർ യുദ്ധം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹുൽ ബുഖാരിയിൽ 3960 നമ്പർ, സഹീഹ് മുസ്ലിമിൽ 1420 നമ്പർ, അതിൽ കാണാം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. കാല, അദ്ദേഹം പറഞ്ഞു, ഇസ്തഖ്ബലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കഅബ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ കഅബക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ടോ ഫദഅ, അവിടുന്ന് ദുആ ചെയ്തു, അലാ നഫരിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്. അലാ ഷൈബത്ത് ബിൻ റബീഅ വ ഉത്ബത്ത് ബിൻ റബീഅ വൽ വലീദ് ബിൻ ഉഖ്ബ വ അബീ ജഹൽ ബിൻ ഹിഷാം, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കണ്ടു എന്ന് ആ ഹദീസിൽ കാണാം. ചുരുക്കത്തിൽ പറയാനുള്ളത്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഖിബ്ലക്ക് നേരെ തിരിയുക എന്നുള്ളത് വാജിബല്ല, പക്ഷേ അതിൻ്റെ ഒരു അദബാണ്. അദബെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, മര്യാദ, അതൊക്കെ നമ്മൾ പാലിക്കുക. അതായത് ഇതിനൊന്നും പ്രാർത്ഥിക്കാൻ നമ്മളൊന്ന് തയ്യാറെടുക്കണം. നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം പറഞ്ഞു, ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഖിബ്ലക്ക് നേരെ തിരിയുക. മറ്റൊന്ന് റഫ്ഉൽ യദൈനി ഫി ദുആ, പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തുക. പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇമാം ഇബ്നു മാജയുടെ സുനനിൽ 3131 നമ്പർ വചനം, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ, ലജ്ജാലുവാൻ, കരീം, മാന്യനാൻ, യസ്തഹി മിൻ അബ്ദിഹി, തൻ്റെ ദാസനിൽ നിന്ന് അവൻ ലജ്ജ കാണിക്കുന്നു. അയ്യർഫ ഇലൈഹി യദൈഹി, അതായത് ഒരു ദാസൻ അവന് കൈകൾ ഉയർത്താണ് എന്നിട്ട് പ്രാർത്ഥിക്കാൻ. അത് ഫയറുദ്ദഹുമാ സിഫ്ര, ആ കൈകൾ പൂജ്യമാക്കി വിടുന്നതിനെ സംബന്ധിച്ച് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജാലുവാണെന്ന് പറഞ്ഞാൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടും എന്നർത്ഥം. ഉത്തരം കിട്ടാൻ ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഹദീസിലത് കാണും. ഇപ്പം ചില ആളുകൾക്കൊക്കെ കൈകൾ ഉയർത്താൻ മടിയാണ്. ചില ആളുകൾ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. ബുഖാരിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള ഫതുഹുൽ ബാരിയിൽ ബാബു റഫ്ഉൽ ഐദി ഫി ദുആ എന്നുള്ള അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും ഇമാം മിമ്പറിൽ കയറിയാൽ കുത്തുബക്ക് അതിൻ്റെ അവസാനത്തിൽ പിന്നെ പ്രാർത്ഥിക്കണം, സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഘട്ടത്തിൽ ഇമാം കൈ ഉയർത്തിയില്ല എന്നേ ഉള്ളൂ. അതേ അവസരത്തിൽ മറ്റുള്ള പല ഘട്ടങ്ങളിലും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ മർവ അവിടെ കയറിയപ്പോൾ കൈകൾ ഉയർത്തി എന്ന് മാത്രമല്ല, അവിടുത്തെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുമാറ് രൂപത്തിൽ പ്രാർത്ഥിച്ചു. അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൈകൾ ഉയർത്തിക്കൊണ്ട്. അങ്ങനെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അൽ വുളൂ ഖബല ദുആഇ ഇൻ തയസ്സർ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നോടിയായിട്ട് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇതിൻ്റെയൊക്കെ മര്യാദയാണ്. വാജിബാണെന്ന് മനസ്സിലാക്കേണ്ട, ഇതിൻ്റെ അദബാണ് എന്നറിയുക. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അതിർ ലംഘിക്കാതിരിക്കുക. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിടുക എന്നുള്ളത് ശരിയല്ല. ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥനയിൽ അതിര് വിടുക? ഉയർന്ന ശബ്ദം, അതുപോലെ അസംഭവ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. അസംഭവ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, എന്നെ പിന്നെ ഒരു വസ്തുവാക്കി മാറ്റണേ, അല്ലെങ്കിൽ ഒരു സർപ്പമാക്കണമേ. അതൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഈ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ സ്വഹാബികൾ പ്രാർത്ഥിച്ചു, കുറച്ച് ശബ്ദത്തിലാണ് പ്രാർത്ഥിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെവി കേൾക്കാത്ത ഒന്നിനോടല്ല, അതുപോലെ പിന്നെ ഗായിബായിട്ടുള്ള, അദൃശ്യനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാത്ത അറിയാത്തൊരു ശക്തിയോടല്ല.
പിന്നെയോ ഇന്നല്ലദീ തദ്ഊന സമീഅൻ ഖരീബാ, നിങ്ങൾ ദുആ ചെയ്യുന്നത് കേൾക്കുന്നവനായ അതുപോലെ സമീപസ്ഥനായിട്ടുള്ള ഒരു ശക്തിയോടാകുന്നു. ബാബു ഗസ്വത്ത് ഖൈബർ എന്ന് പറയുന്ന അധ്യായത്തിൽ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദകളാണ് പറഞ്ഞത്. ഇനിയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന കാരണങ്ങളുണ്ട്, ജവാബ് തടയപ്പെടുന്ന കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താ? അക്ലുൽ ഹറാം, നിഷിദ്ധമായത് ഭക്ഷിച്ചാൽ, ഹറാം ഭക്ഷിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. അതിന് ഒട്ടേറെ തെളിവുകളുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അതായത് വിശിഷ്ടമായത് ഭക്ഷിക്കണം എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഹദീസിൽ കാണാൻ, സഹീഹ് മുസ്ലിമിൽ 1015 നമ്പർ വചനത്തിൽ കാണാൻ, ഒരു മനുഷ്യൻ ഹജ്ജിന് വന്നിരിക്കുകയായിരുന്നു. ഹജ്ജിന് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് നടന്ന് പർവ്വതങ്ങളും താഴ്വരകളും താണ്ടി ആ നടന്ന ക്ഷീണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തലമുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹം കൈകൾ ഉയർത്താന്നുള്ള പ്രാർത്ഥനയുടെ മര്യാദയാണ്. അതുപോലെ അള്ളാഹുവിനെ വിളിക്കാൻ, അള്ളാഹിൻ്റെ നാമങ്ങൾ വിളിക്കാൻ, യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കാൻ. അള്ളാഹുവിൻ്റെ നാമാണ് റബ്ബ് എന്നുള്ളത്. അതൊക്കെ നല്ലതാണ്. പക്ഷേ എങ്ങനെയാണ് അവൻ ഉത്തരം ചെയ്യപ്പെടുക? മത്അമുഹു ഹറാം, അവന് ഭക്ഷിച്ചത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ കുടിച്ചത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവന് ധരിച്ചത് ഡ്രസ്സ് അത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവന് വളർന്ന് വന്നത് തന്നെ ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവൻ ഉത്തരം ചെയ്യപ്പെടുക എന്നാ. അവ ഈ ചതിയും വഞ്ചനയും കൈക്കൂലിയും പലിശയും എന്തെല്ലാം നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോൾ സ്കൂട്ടർ എന്താണ്, പകുതി പൈസ കൊടുത്താൽ അതുപോലുള്ള വസ്തുക്കൾ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ജനങ്ങളെ പല രൂപത്തിൽ പറ്റിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ പ്രാദേശിക ന്യൂസ് വായിച്ചപ്പോൾ അതിൽ കണ്ടു, അങ്ങാടിയിൽ നിൽക്കുന്ന ഒരാളോട്, ചേട്ടാ നിങ്ങളുടെ ഫോണൊന്ന് തരും, ഒരു കോൾ ചെയ്യാനാണെന്ന്. ആ ഫോൺ കൊണ്ട് അവൾ കടന്നുപോയി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ മനുഷ്യരുടെ ഒരു ചിന്താഗതി. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഹറാമായത് ഭക്ഷിച്ചാൽ ഓർക്കണം, പ്രത്യേകിച്ച് പലിശയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ, അതൊക്കെ നമ്മൾ പലിശ നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കാര്യം, നമ്മൾ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉറച്ച മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം. പടച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരൂ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇണയെ തരണം, അല്ലെങ്കിൽ നല്ല മക്കളെ തരണം. അങ്ങനെയല്ല, ഉറച്ച മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം എന്നാ. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പാടുള്ളതല്ല. നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു തരൂ, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാപം, കുടുംബബന്ധം മുറിക്കൽ, അതുപോലെ അക്രമം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രാർത്ഥന സ്വീകരിക്കൂല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരാൾ പ്രാർത്ഥിക്കാണ്, ഇന്നയാളുടെ മകന് കുടിയനാവട്ടെ, അത് പാടില്ല. അല്ലെങ്കിൽ ഇന്നയാളും അയാളുടെ ഭാര്യയും തമ്മിൽ പിണങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ അക്രമം, പാപം, ഇതൊന്നും പാടില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയുള്ള മര്യാദകൾക്ക് പുറമെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ചില വഖത്തുകളുണ്ട് എന്നാണ്. ഔഖാത്തു ഇജാബത്തി ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ടൈമുകൾ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ സമയദൈർഘ്യം പറയുന്നുകൊണ്ട് ഞാൻ ഹദീസ് വായിക്കുന്നില്ല, അതിലൊക്കെ വ്യക്തമായ ഹദീസ് വന്നതാണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ഇപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോയി ബാങ്ക് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ തഹയ്യത്ത് നമസ്കരിക്കുന്നു, ഉടനെ ഖുർആൻ എടുത്ത് ഓതാം. പക്ഷേ അതിനേക്കാൾ ആ സമയത്ത് എന്താണ് നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത്? ദുആ ചെയ്യുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന്, ഫർള് നമസ്കാരാനന്തരം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകളുണ്ടല്ലോ, ആ ദിക്റുകൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ്
അതും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുന്നൂൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രവാചകനുണ്ടല്ലോ. ആരാണത്? വെരി ഗുഡ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ സ്വാഹിബുൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ ആൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തിർമിദി 3383 വചനത്തിൽ പറഞ്ഞു, ഒരാള് ദുആ ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന മറ്റുള്ള പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ജവാബ് ചെയ്യപ്പെടാതെ പോകൂല എന്നുള്ളതാണ്. ആ ഹദീസിൽ പറയുന്നത് ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ, വല്ല കാര്യത്തിനും മുസ്ലിമായ ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. ഏതുകൊണ്ട്? ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്നിട്ട് പറയാം ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹു അതിന് ജവാബ് നൽകാതിരിക്കുകയില്ല. അപ്പോൾ ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? അർത്ഥസഹിതം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. ഇതെന്താണെന്നറിയൂ? ഇതിൽ നിങ്ങൾ നോക്കൂ, ഒന്നാമത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ അതിൽ ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള തൗഹീദ് ഉണ്ട്. അതുപോലെ സുബ്ഹാനക എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൽ, പരിശുദ്ധപ്പെടുത്തൽ അതിനകത്തുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടവനാണെന്ന് റബ്ബിനോട് തുറന്ന് പറയാം. ഞാൻ നന്മ ചെയ്തിട്ടാണെന്നുള്ളതല്ല, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് റബ്ബിനോട് കുറ്റം ഏറ്റുപറയുക. അങ്ങനെ 3 ഘടകങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തത്തിൽ എല്ലാ പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന. മറ്റൊന്ന് പ്രിയമുള്ളവരെ, സുജൂദിൽ ധാരാളമായി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ്. മറ്റൊന്ന് രാത്രിയുടെ അവസാന യാമം, അത് നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. ഹദീസിൽ വന്നതാണ്, ബുഖാരി മുസ്ലിമൊക്കെ. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2 അഭിപ്രായങ്ങളാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഇമാമ് 1ാമത്തെ ഖുതുബ കഴിഞ്ഞ് മിമ്പറിലിരിക്കും, ഇരിക്കുന്ന 2 ഖുതുബകൾക്കിടയിലുള്ള സമയമാണ് എന്നാണ് ഒന്ന്. മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസം അസറിനും മഗ്രിബിനും ഇടയിലുള്ള സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരാൾക്ക് ദുരിതം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മഴ വർഷിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. യാത്രാ വേളയിൽ പ്രാർത്ഥിക്കുക, നോമ്പുകാരായിരിക്കെ പ്രാർത്ഥിക്കുക, രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കുക. ഇതിനൊക്കെ എന്ത് ചെയ്യും? ഉത്തരം കിട്ടാൻ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. മയ്യത്തിൻ്റെ അടുത്ത് പോയാൽ, രോഗിയുടെ അടുക്കൽ പോയാൽ അവിടെ എന്ത് ചെയ്യണം? മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സ്ഥലമാണെന്ന്. അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയമുള്ളവരെ, പല രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന ആളുകളുണ്ട്. ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെടുന്നവർ, അതുപോലെ തന്നെ നാവ് കൊണ്ട് ആക്രമിക്കപ്പെടുന്നവർ, അതുപോലെ തന്നെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട് ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നവർ. അപ്പോൾ അവരുടെ പ്രാർത്ഥന മഹാനായ പ്രവാചകൻ പറഞ്ഞു, വത്തഖീ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവന്റെയും റബ്ബിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. സഹീഹുൽ ബുഖാരിയുടെ 469 വചനമാണത്. അപ്പം അത് വലിയ പ്രാധാന്യമുള്ളതാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോഴേ അയാളെങ്ങാനും റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അതിന് ജവാബ് കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാ. അതുപോലെ തന്നെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക. മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരണപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കറിയാം, സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ടല്ലോ, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അപ്പോൾ അത് വലിയ പ്രാധാന്യമാണ്. ഇപ്പോൾ സ്വർഗത്തിൽ പോയിട്ടുള്ള ആളുകളുടെ പദവി തന്നെ ഉയർത്തപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോയ ആൾ ചോദിക്കാണ് അല്ലാഹു, റബ്ബേ എനിക്ക് എങ്ങനെയാണ് എൻ്റെ പദവി ഉയർത്തപ്പെട്ടത് എന്ന്. ഖാല ഇസ്തിഗ്ഫാറു വുൽദിക്,
നിൻ്റെ സന്താനങ്ങളുടെ പ്രാർത്ഥന നിനക്ക് വേണ്ടി അവർ നിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, രാത്രിയിൽ ഈ മക്കൾക്കെതിരെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതിനും ഉത്തരം കിട്ടും കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ തിന്മ ചെയ്താൽ ഉടനെ അവർ നശിക്കാനോ അതിനും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളവരെ ഉപദേശിക്കുക, അവരെ ശരിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന് ഉറക്കം. നമ്മൾ ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കത്തിനിടയിൽ ഉണർന്നാൽ ഹദീസിൽ കാണാം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തആറ എന്ന് പറഞ്ഞാൽ ഐ ഇസ്തൈഖള മിനൽ ലൈൽ, രാത്രിയിൽ ഉറക്കം ഉണർന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുകൂടെ പറഞ്ഞ് എന്നിട്ട് ഇഷ്ടമുള്ളത് ദുആ ചെയ്താൽ ആ സമയത്ത് ഉസ്തുജീബ ലഹു, അവന് ഉത്തരം ചെയ്യപ്പെടും എന്ന് ബുഖാരി 1154 വന്നിട്ടുണ്ട്. പിന്നെ രാത്രിയുടെ അവസാന സമയം അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. സഹോദരങ്ങളെ, സമയം വളരെ വൈകിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. ഇതുപോലെ ഇനി ഇപ്പോൾ ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ പറഞ്ഞു. നമ്മളെ സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന സ്ഥലങ്ങൾ. അതേതാണ്? ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുന്ന മത്താഫ്, അതുപോലെ പിന്നെ അറഫ, അതുപോലെ സഫ മർവ, അതുപോലെ തന്നെ മുൽത്തസം എന്ന് പറയും. അങ്ങനെയുള്ള ഇതൊക്കെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഹജ്ജിനൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ജംറത്തുൽ വുസ്ത, അതുപോലെ ജംറത്തുൽ ഊല, പിന്നെ വുസ്ത, അവിടേക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. മഷ്അറുൽ ഹറാം, അവിടേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾ. പിന്നെ ഏറ്റവും പ്രധാനം, ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നാ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നിങ്ങളതിൻ്റെ മര്യാദകളും സുന്നത്തുകളും അദബുകളൊക്കെ പാലിക്കുകയാണ് എങ്കിൽ അതിന് ഉത്തരം കിട്ടും. അതിന് പ്രവാചകന് പറയാം. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ 10749 നമ്പറായിട്ട് നൽകുന്ന വചനത്തിൽ കാണാം, പ്രാർത്ഥനയ്ക്ക് ദുആന് ഉത്തരം കിട്ടുന്ന ചില രൂപങ്ങൾ പറയാം. ഒന്ന്, മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഏതൊരു മുസ്ലിമാകട്ടെ ദുആ ചെയ്യാൻ, ലൈസ ഫിഹാ ഇസ്മുൻ, ആ പ്രാർത്ഥനയിൽ പാപങ്ങളില്ല, വലാ ഖതിഅതു റഹിമിൻ, കുടുംബബന്ധം മുറിക്കാനുള്ള പ്രാർത്ഥനയല്ല, എങ്കിൽ ഇല്ല അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നിലൊരു വിധത്തിൽ അവൻ ആ പ്രാർത്ഥന അതിനുള്ള ഉത്തരം കിട്ടുന്ന. ഒന്നെന്താണ്? ഇമ്മ അൻ തുഅജ്ജില ലഹു ദഅവതഹു, ഒന്ന് വേഗത്തിൽ ഉത്തരം കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ, അധികം വൈകാതെ, ചിലപ്പോൾ ഉടനെ തന്നെ ഉത്തരം കിട്ടി എന്ന് വരാം. അതാണ് ഒരു രൂപം. രണ്ടാമത്തതോ വ ഇമ്മാ യദ്ഖിറുഹാ ലഹു ഫിൽ ആഖിറ, ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ജുമാക്ക് ശേഷം പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഉത്തരം കിട്ടിയേക്കാം. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ ആഖിറത്തിൽ അതിൻ്റെ ഉത്തരം കിട്ടും. അതാണ് രണ്ടാമത്തത്. 3, സമാനമായിട്ടുള്ള തിന്മയിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷിക്കും. മൂന്നാമത്തത്, തിന്മയിൽ നിന്ന്. നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുമ്പോഴേ, ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഒരേ റൂട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതം എന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ ആയിരിക്കാം അടുത്ത വണ്ടിയെ ഇടിക്കാതെ രക്ഷപ്പെടുന്നത്. ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആകെ മൗത്താകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാണ് ഇങ്ങനെ 3 രൂപത്തിൽ ഉത്തരം ചെയ്യപ്പെടുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക, അത് മനസ്സാന്നിധ്യത്തോടും ഇതുപോലെ ഉള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിലേക്ക് ആ രൂപത്തിൽ എന്തിനൊക്കെ പ്രാർത്ഥിക്കണം അത് നമ്മൾ വേറെ പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ
ഇസ്ലാഹി സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഈ വിശുദ്ധ റമദാനിൽ ഒരു ഉംറ യാത്ര സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉംറയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ സുന്നത്തനുസരിച്ചുകൊണ്ട് ഉംറ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിന് ബുക്ക് ചെയ്യുക. 2025 മാർച്ച് 6 വ്യാഴം പുറപ്പെട്ട് മാർച്ച് 8 ശനി തിരിച്ചെത്തുന്നു. ഫാമിലിക്ക് സൗകര്യമുണ്ട്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ആളുകളുമായിട്ട് ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.